വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരികയെ ചേർത്ത് പിടിച്ച് ശാരദാമ്മ രാജീവിനോട് പറയുകയാണ്, സാറേ, ഞാനിവളെ സാറിനെ ഏൽപ്പിക്കുകയാണ്. ഇവളെ കൊണ്ട് സാറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. വീടിനു വേണ്ടി കുഞ്ഞായിരിക്കുമ്പോഴേ വലിയൊരു ഭാരം തോളത്തേക്ക് എടുത്തു വെച്ചവളാണ് എൻ്റെ ശാരി. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഇവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സാറങ്ങ് ക്ഷമിച്ചേക്കണേ എന്നും ശാരദാമ്മ പറയുന്നു. ഈ വീടിനും ഹോട്ടലിനും അപ്പുറം ഇവളൊരു ലോകം കണ്ടിട്ടില്ല. എന്നും കൂട്ടായി ഇവൾക്ക് സാറുണ്ടാകണം എന്ന് പറയുമ്പോൾ ഉറപ്പായും ഉണ്ടാകും ശാരദാമ്മയെന്ന് വാക്ക് നൽകുകയാണ് രാജീവ്. അതിനുശേഷം രാജീവ് വാ എന്ന് വിളിക്കുമ്പോൾ മുന്നോട്ട് നടന്ന ശേഷം ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരി. ഇതൊക്കെ നോക്കി നിന്ന് സങ്കടപ്പെടുകയാണ് ശാന്തയും ശ്യാമയുമൊക്കെ. തുടർന്ന് ശാരിയോട് പറയുകയാണ്, മോളെ, നീ സന്തോഷമായിട്ട് ഇറങ്ങ്. എന്നിട്ട് രാജീവിനെ നോക്കി പറയുന്നു, സ്വർണവും പണവും ഒന്നുമല്ല ഈ ശാരദയ്ക്കുള്ള സമ്പാദ്യം, ഈ മക്കൾ തന്നെയാണ്. അതിലൊരു പ്രധാന പങ്കാണ് ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നത്. അന്നേരം ചിരിച്ച് വാ ശാരികയെന്ന് വിളിക്കുകയാണ് രാജീവ്. വീണ്ടും ശാരദാമ്മയെ നോക്കി ശാരി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശാരിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് സന്തോഷത്തോടെ ശാരദാമ്മ പോയിട്ട് വാടി എന്ന് പറയുകയാണ്. അന്നേരം ശാരിക ശാന്തേച്ചിയും രാജിയെയും നോക്കി തലയാട്ടുകയാണ്. പിന്നീട് ശ്യാമയെന്ന് വിളിക്കുമ്പോൾ സങ്കടത്തോടെ ശ്യാമയും തലയാട്ടുന്നു. വീണ്ടും ശാരദാമ്മ ശാരിയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് പോയിട്ട് വാന്ന് പറയുകയാണ്. അന്നേരം രാജീവ് പിടിച്ചു കൊണ്ടുപോയി കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നു. അന്നേരവും തിരിഞ്ഞു തിരിഞ്ഞു നോക്കുകയാണ് ശാരിക. ശാരികയെ കയറ്റി ഡോർ അടച്ച ശേഷം ശാരദാമ്മയെ നോക്കി പോയിട്ട് വരട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ് രാജീവ്. ആയിക്കോട്ടെ എന്ന് ശാരദാമ്മയും തലയാട്ടുന്നു. തുടർന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കുകയാണ് ശാരദാമ്മ. അവർ പോയ ശേഷം ഓടി സങ്കടത്തോടു കൂടി അകത്തേക്ക് കയറുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് റൂമിലിരുന്ന് പ്രീതി ആരെയോ ഫോൺ ചെയ്യുകയാണ്. പ്രീതിയുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കണ്ട് അവിടേക്ക് വന്ന ശാലിനി ചോദിക്കുകയാണ്, എന്താ പ്രീതി? അന്നേരം പ്രീതി പറയുകയാണ്, അർജുനേട്ടനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശാലിനി. അർജുനേട്ടൻ കോടതിയിലോ മറ്റോ ആയിരിക്കും പ്രീതി. അന്നേരം പ്രീതി പറയുകയാണ്, എനിക്ക് അർജുനേട്ടനെ ഒന്ന് അർജൻറ്റായിട്ട് കാണണമായിരുന്നു. എന്താ പ്രീതി, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടെ പ്രീതി പറയുകയാണ്, അതിൻ്റെ തികട്ടിൽ എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല ശാലിനി. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും അർജുനേട്ടനോട്? എങ്ങനെ ഫേസ് ചെയ്യും ഞാൻ അർജുനേട്ടനെ? ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം അറിയാമല്ലോ ശാലിനിക്ക്. അതിൻ്റെ കുറ്റബോധത്തിൽ നീറിയാണ് അർജുനേട്ടൻ ജീവിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് അല്പമെങ്കിലും സമാധാനമായത്. ഈ കുഞ്ഞിനു കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ അതും എൻ്റെ കൈപ്പിഴ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് പ്രീതി. അന്നേരം പ്രീതി ആശ്വസിപ്പിക്കാനായി ശാലിനി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ പ്രീതിക്ക്? എനിക്ക് മനസ്സിലായി ശാലിനി, പക്ഷേ എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം. മനസ്സ് തുറന്ന് എനിക്കൊന്ന് സംസാരിക്കണം. എൻ്റെ മനസ്സിലെ ഭാരമൊന്ന് ഇറക്കി വയ്ക്കണം. പ്രീതിയുടെ സങ്കടാവസ്ഥ കണ്ട് ശാലിനി പ്രീതിയുടെ കവിളിൽ തട്ടി പറയുകയാണ്, എനിക്ക് മനസ്സിലായി, പ്രീതിക്കിപ്പോൾ അർജുനേട്ടനെ ഒന്ന് കാണണം. അത്രയല്ലേ ഉള്ളൂ, ഞാൻ അതിനുള്ള വഴിയുണ്ടാക്കാം. അത് കേട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് പ്രീതി. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീട്ടിൽ റൂമിലിരുന്ന വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടി ചേട്ടാ, കൃഷ്ണൻകുട്ടി ചേട്ടാ എന്നൊക്കെ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം ചായയമ്മ വന്ന് അമ്മാവൻ പറയുകയാണ്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറക്കെ വിളിക്കുന്നത്? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഇച്ചിരി ചൂടുവെള്ളം ചോദിച്ചാലേ കിട്ടാൻ 2 മണിക്കൂറാണ്. എനിക്ക് ബെഡിൽ നിന്നും എഴുന്നേക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്. അന്നേരം കസേര നീക്കിയിട്ട് അടുത്തേക്കിരുന്ന് അമ്മാവൻ പറയുകയാണ്, വിജയെ, എനിക്ക് ചായയിട്ടും കഞ്ഞി വെച്ചുമൊക്കെ ശീലമില്ലാത്തത് കൊണ്ടാണ്. നീ എന്നോട് ഒരു 100 മൂട് കപ്പ നടാൻ പറയും, അല്ലെങ്കിൽ ഒരു 50 മൂട് തെങ്ങിന് തടം വെട്ടാൻ പറയും. എപ്പം ഞാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. അന്നേരം ചായ കുടിച്ച് വിജയലക്ഷ്മി പറയുകയാണ്, ഛേ, നല്ല ഊള ചായ. കിടപ്പായതിനു ശേഷം വായ്ക്ക് രുചിയായിട്ട് ഒരു ആഹാരം പോലും ഞാൻ നേരെ ചൊവ്വെ കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിലെ ഇവിടെ ഉണ്ടാക്കിയ ചോറ് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ കൊള്ളാം, മൊത്തം കുഴഞ്ഞു പിടിച്ച് എന്ന് പറഞ്ഞ് അമ്മാവനെ പരിഹസിക്കുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് അമ്മാവൻ ചോദിക്കുകയാണ്, എങ്കിലേ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആശ്ചര്യത്തോടെ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, ആഹാ, അതിൻ്റെ പേര് അവിയലെന്നായിരുന്നോ? അതേന്ന് അമ്മാവൻ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, അതിൻ്റെ പേരെന്താന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അത് ഓർക്കുമ്പോഴേ എനിക്ക് ഓർക്കാനും വരുന്നു. എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ വിജയെന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞാൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ അത് കേൾക്കില്ലല്ലോ. അതിനെ ചുള എണ്ണി കൊടുക്കണം. നീ തരുമോ അതിനുള്ള കാശ്? കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ അമൃത് ഉണ്ണണമെന്ന് പറഞ്ഞാലേ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല, രാജീവ് ഒരു ഹോം നഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് കേട്ട് അമ്മാവൻ പറയുകയാണ്, അവൻ്റെ കാര്യമല്ലേ നടന്നത് തന്നെ. പറഞ്ഞ വഴി, പോയ വഴി.
അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല ഈ ഹോം നേഴ്സിനെ കൊണ്ട് നമുക്ക് വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അന്നേരം അമ്മാവൻ പറയും, എവിടെന്ന് ഏത് രോഗിയെ നോക്കാനാണോ അവർ വരുന്നത് ആ രോഗിയെ മാത്രം അവർ നോക്കും. ഒരു കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവിലെ അവർ മറിച്ച് വയ്ക്കില്ല. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, നമ്മൾ കാശല്ലേ അവർക്ക് എണ്ണി കൊടുക്കുന്നത്? അന്നേരം അവിടേക്ക് വെപ്രാളത്തോടു കൂടി വന്ന രാജീവ് പറയുകയാണ്, അമ്മ ഒരു ഹോം നേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആള് വന്നിട്ടുണ്ട്. അന്നേരം ചാടി എഴുന്നേറ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി. പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് രാജീവ് പറയുന്നു. അന്നേരം അമ്മാവൻ ചോദിക്കുകയാണ്, വിജയെ ഒന്ന് നിന്നേ. സാരമില്ല കൃഷ്ണൻകുട്ടി ചേട്ടാ, കുറച്ചൊക്കെ നടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അമ്മ വന്നേന്ന് വിളിക്കുകയാണ് അന്നേരം രാജീവ്. അതേസമയം പുറത്ത് തിരിഞ്ഞു മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ് ശാരിക. പുറത്തേക്ക് വന്ന് വിജയലക്ഷ്മി ശാരികയൊന്ന് നോക്കുകയാണ്. തുടർന്ന് രാജീവ് പറയുന്നു, അമ്മേ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇവള് എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ തിരിയുകയാണ് ശാരിക. ശാരികയെ കണ്ട് ആകെ കലിതുള്ളുന്നു വിജയലക്ഷ്മി. അന്നേരം ശാരികയുടെ കയ്യിലിരിക്കുന്ന ബാഗ് ശ്രദ്ധിക്കുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് രാജീവ് പറയുകയാണ്, ഇതാണ് അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സ്. തുടർന്ന് കാണിക്കുന്നത് ശാരിയെ ഓർക്കുന്ന കാര്യങ്ങളാണ്. കുടുംബശ്രീ വീട്ടിൽ നിന്നും രാജീവ് ശാരിയെയും കൂട്ടി വരുമ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. എന്താ സാർ ഇവിടെ വണ്ടി നിർത്തിയതെന്ന് ശാരിയെ ചോദിക്കുമ്പോൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു രാജീവ്. ഒന്നും മനസ്സിലാകാതെ ശാരികയും പുറകെ ഇറങ്ങുകയാണ്. എന്നിട്ട് രാജീവിനോട് എന്താ സാറെന്ന് ചോദിക്കുന്നു. രാജീവ് പറയുകയാണ്, ശാരിക എന്നോട് ക്ഷമിക്കണം. എന്തിനെന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ ശാരദാമ്മയോട് പറഞ്ഞതൊക്കെ കള്ളമാണ്. അതിന് സാറ് എന്ത് കള്ളം പറഞ്ഞു എന്നാണ്? ഞാൻ നമ്മുടെ കല്യാണക്കാര്യം അമ്മയോടും അമ്മാവനോടും പറഞ്ഞു എന്നുള്ളത്, അവർ മാപ്പ് നൽകി നമ്മളെ സ്വീകരിച്ചു എന്നുള്ളത് ഒക്കെ കള്ളമാണ്. അതെല്ലാം കേട്ട് ഞെട്ടി സാറെന്ന് വിളിക്കുകയാണ് ശാരിക. കണ്ണീരോടെ ശാരിക നിൽക്കുമ്പോൾ രാജീവ് പറയുകയാണ്, നമ്മളിപ്പോൾ പോകുന്നത് അമ്മയുടെയും അമ്മാവൻ്റെയും അടുത്തേക്ക് തന്നെയാണ്. അവിടെ ശാരികയ്ക്ക് താമസിക്കാം, പക്ഷേ എൻ്റെ ഭാര്യയായിട്ടല്ല, എൻ്റെ അമ്മയെ പരിചരിക്കാൻ വന്ന ഹോം നേഴ്സായിട്ട്. എൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ല ശാരികയെ. ഇതാണ് ഞാൻ താലികെട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞ് അവർക്ക് മുൻപിൽ കൊണ്ടുചെന്ന് നിർത്താൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സാഹചര്യം എനിക്കില്ലാഞ്ഞിട്ടാണ്. ശാരികയ്ക്ക് അറിയാമല്ലോ, തന്നെ ഞാൻ താലികെട്ടി കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ഞാൻ ചെന്നെത്തിയത് ഹോസ്പിറ്റലിലേക്കാണ്. നമ്മുടെ കാര്യം പറയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഇനി ഒരു അറ്റാക്ക് കൂടി ഉണ്ടായാൽ അമ്മ ഒരുപക്ഷെ അതിനെ അതിജീവിക്കില്ല എന്ന്. അത് കേട്ട് ആകെ സങ്കടപ്പെടുകയാണ് ശാരിക. ആവശ്യപ്പെട്ട സ്വർണം കിട്ടാതെ അമ്മയ്ക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ വാക്ക് ലംഘിച്ച് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞാൽ ഒരുപക്ഷെ അമ്മയ്ക്കത് താങ്ങാനാകില്ല. എന്നിട്ട് ശാരികയുടെ തോളിൽ പിടിച്ച് ചോദിക്കുകയാണ്, പക്ഷേ എത്ര കാലമാണ് വിവാഹം കഴിഞ്ഞ് ഞാൻ ഇയാളെ ഇയാളുടെ വീട്ടിൽ തന്നെ നിർത്തുന്നതും? ഇയാളുടെ ഒരു സാമീപ്യമെങ്കിലും എനിക്ക് വേണമായിരുന്നു. ആ സ്വാർത്ഥതയിൽ ഉദിച്ച ബുദ്ധിയാണ് ഹോം നേഴ്സ്. എന്നിട്ട് ശാരികയുടെ കൈ പിടിച്ചു പറയുകയാണ്, ഇയാൾ എന്നോട് ക്ഷമിക്കണം. അത് ശാരദാമ്മയോട് തുറന്നു പറയാൻ കഴിയാത്തതിലും ഇയാൾ എന്നോട് പൊറുക്കണം. ഭാര്യയായിട്ടല്ല ഹോം നേഴ്സായിട്ടാണ് ഇയാൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നറിഞ്ഞാൽ ശാരദാമ്മ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നും എനിക്കറിയില്ല. ദൈവം ഒരുമിപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെയാ ഇനിയും രണ്ട് ലോകത്തായിട്ട് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് രാജീവ്. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥയാണ് അമ്മയുടെ മനംമാറ്റവും ക്ഷമാശീലവും ഒക്കെ. അന്നേരവും എന്തു ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് ആലോചിച്ച് നിൽക്കുന്നു ശാരിക. വീണ്ടും ശാരികയുടെ കൈ പിടിച്ച് കൈകൂപ്പി രാജീവ് പറയുകയാണ്, ശാരിക ഇയാൾ എന്നോട് പൊറുക്കണം. അന്നേരം അരുത് എന്ന് തലയാട്ടുകയാണ് ശാരിക. എന്നിട്ട് രാജീവ് പറയുകയാണ്, ഇനി ഇയാൾക്ക് ഇത് സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തിരിച്ചു പോകാം. യാതൊരു നീരസവും എനിക്ക് തോന്നില്ല. രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന കാലത്ത് നമുക്ക് ജീവിക്കാം. രാജീവിൻ്റെ വിഷമാവസ്ഥയിൽ സങ്കടപ്പെട്ട് ശാരിക പറയുകയാണ്, ഹോം നേഴ്സോ വേലക്കാരി എന്തോ ആകട്ടെ, സാർ എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. ദൂരെ നിന്നെങ്കിലും സാറിനെ ഒന്ന് കാണാൻ സാധിച്ചാൽ മതി എനിക്ക്. കണ്ണീരോടുകൂടി ശാരിക അതൊക്കെ പറയുന്നത് കേട്ട് രാജീവ് പെട്ടെന്ന് ശാരികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇതെല്ലാം ശാരിക ഓർക്കുന്ന സംഭവങ്ങളാണ്. തുടർന്ന് വിജയലക്ഷ്മി ശാരികയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, ഇവളോ? നീ എന്താടാ ഞങ്ങളെ കളിയാക്കുകയാണോ? അന്നേരം വിജയലക്ഷ്മി പിടിച്ച്, അമ്മ ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നു. അന്നേരം രാജീവിൻ്റെ കൈ തട്ടി മാറ്റി വിജയലക്ഷ്മി പറയുകയാണ്, എന്തോന്ന് പറയാൻ? നീ ആദ്യം അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്, എന്നിട്ട് സംസാരിക്കാം. അന്നേരം പതിയെ രാജീവ് പറയുകയാണ്, എൻ്റെ അമ്മയെ കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണ്. അന്നേരം അമ്മാവനും പറയുകയാണ്, കാശ് ലാഭമുള്ള കാര്യമാണെങ്കിൽ കേൾക്കാം വിജയലക്ഷ്മി.
അന്നേരം എന്താടാ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നിങ്ങോട്ട് വന്നേ പറയട്ടെ എന്നും പറഞ്ഞ് രാജീവ് വിജയലക്ഷ്മിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അതേസമയം അകത്തേക്ക് വന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്താടാ കാര്യം പറയ്. അന്നേരം ആകെ ഒന്ന് അഭിനയമൊക്കെ ഭാവിച്ച് രാജീവ് പറയുകയാണ്, എൻ്റെ അമ്മേ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് നഷ്ടം വന്നു. എത്രയാടാ? അത് 1,00,000 രൂപ. അമ്പരന്ന് 1,00,000 രൂപയോ? നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ചിരിച്ചു മയത്തിൽ രാജീവ് പറയുകയാണ്, എൻ്റെ അമ്മയെ ഒന്ന് സമാധാനപ്പെട്, അത് തിരിച്ചു പിടിക്കാനുള്ള വഴിയാണ് ഞാനീ നോക്കുന്നത്. നീ മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാന്ന് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, അമ്മയ്ക്കറിയാമല്ലോ ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ആ ബന്ധം വളർന്നു വന്നപ്പോഴാണ് ഈ ശാരികയുമായിട്ട് ഞാൻ ഇഷ്ടത്തിലായത്. അതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. അയ്യോ എന്ത് അബദ്ധമാടാന്ന് ഞെട്ടി ചോദിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം രാജീവ് പറയുകയാണ്, അമ്മ വിചാരിക്കുന്ന അബദ്ധമൊന്നും അല്ല. ഹാർട്ട് ബീറ്റ് ഒന്നും അമ്മ കൂട്ടണ്ട. ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തല്ലിപ്പൊളിച്ച കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആ ഉണ്ടടാ. പിന്നീട് ഹോട്ടൽ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടല്ലേ പിന്നീട് ഭക്ഷ്യമേളയൊക്കെ നടത്തിയത്? ആ അത് തന്നെ. ആ ഭക്ഷ്യമേള നടത്താനായിട്ട് മുടക്കിയ 1,00,000 രൂപ എവിടെ നിന്നാണെന്നാണ് അമ്മയുടെ വിചാരം? എവിടെ നിന്നാന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എൻ്റെ പോക്കറ്റിൽ നിന്ന്. നിന്റെ പോക്കറ്റിൽ നിന്നോ? അതെ അമ്മേ, അന്ന് ശാരികയോട് ഇഷ്ടമുള്ളത് കൊണ്ട് അത് മുടക്കാനായിട്ട് എനിക്കൊരു മനോവിഷമവും തോന്നിയില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് അമ്മാവനും. തുടർന്ന് രാജീവ് പറയുകയാണ്, ഇനിയിപ്പോൾ കല്യാണം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പണവും നഷ്ടമാകുമെന്ന് എനിക്ക് മനസ്സിലായി. ശാരദാമ്മയാണെങ്കിലോ സൗകര്യപൂർവ്വം അത് മറക്കുകയും ചെയ്തു. എന്നാലും നമുക്ക് നമ്മുടെ പണം പോട്ടെന്ന് വയ്ക്കാൻ കഴിയില്ലല്ലോ. അതെ അതെ എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ രാജീവ് പറയുകയാണ്, അപ്പോൾ എൻ്റെ മനസ്സിലൊരിച്ചത് ബുദ്ധിയാണ് ഇത്. ഇവളെ അമ്മയുടെ ഹോം നേഴ്സായിട്ട് വെച്ചാൽ ആ പണം നമുക്ക് ലാഭിക്കാം. അന്നേരം അമ്മാവൻ ചോദിക്കുകയാണ്, അത് എത്ര കാലം കൊണ്ടാടാ? മാസം ഒരു 10,000, 2,000, 3,000 കൊടുത്താൽ പോരെ ഒരു ഹോം നേഴ്സിന്? അതിന് ഇവള് തന്നെ വേണമെന്നുണ്ടോ? അന്നേരം തലയിൽ കൈവച്ച് രാജീവ് ചോദിക്കുകയാണ്, അമ്മാവനിത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മാസം ഒരു 30,000 രൂപയാണ് ഹോം നേഴ്സിനുള്ള സാലറി. 30,000 രൂപയോ എന്ന് പറഞ്ഞ് താടിക്ക് കൈയെടുക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം രാജീവ് പറയുകയാണ്, അതെ, ഹോം നേഴ്സിൻ്റെ സ്ഥാപനത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവർ വരുന്ന രോഗിയുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ. അവർക്കുള്ള ഭക്ഷണം കൂടി നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കണം. മാത്രവുമല്ല അവർക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ എഴുതിയ എഗ്രിമെൻ്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയും വേണം. അതിലൊന്ന് തെറ്റിയാലേ അവരങ്ങ് പോകും, നമ്മുടെ കാശും പോകും. ഹോട്ടലിലെ പണിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ അടുക്കള ജോലിയൊക്കെ ശാരിക ചെയ്തോളും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ശാരികയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാലും എന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ വിഷയം മാറ്റുന്ന പോലെ ഒരു ഒഴുക്ക് സ്വരത്തിൽ രാജീവ് പറയുകയാണ്, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട, ഞാൻ ശാരികയെ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ശാരദാമ്മയ്ക്ക് വലിയ മനസ്സൊന്നുമില്ലായിരുന്നു എൻ്റെ ഒപ്പം ശാരികയെ പറഞ്ഞു വിടാൻ. ഹോട്ടലിൽ വേറെ ഒരാളെ ജോലിക്ക് വെക്കണമല്ലോ ശാരികയ്ക്ക് പകരമായിട്ട്. ശാരിക തിരിച്ചു ചെല്ലുന്നത് തന്നെയാണ് ശാരദാമ്മയ്ക്ക് സന്തോഷം. അതിനൊപ്പം നമ്മൾ ആ 1,00,000 രൂപയുടെ കാര്യം കൂടി അങ്ങ് മറന്നേക്കണം. അത് കേട്ട് അയ്യോ എന്ന് വയ്ക്കുകയാണ് അമ്മയും അമ്മാവനും. അതേസമയം മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ശാരിക. ഇത്രയും ആകുമ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.